ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കർണാടക കുടകിലെ ഈ ടിബറ്റൻ ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്രം. കർണാടകയിലെ കുടകിലെ ബൈലക്കുപ്പ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് 1995 ഈ ഒരു ക്ഷേത്രം സുവർണക്ഷേത്രം നിർമ്മിച്ചത്. ഞങ്ങളിത് കാണാൻ വേണ്ടി പോവുകയാണ്. 1999 ഇത് തുറന്നു കൊടുത്തത്. ഇവിടാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നൊരു കാലത്ത് ഈ ടിബറ്റൻ ആത്മീയവാദികൾ അഭയാർത്ഥികളായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്നു. അവരാണ് ഇവിടെ താമസിക്കുന്നത്. 70,000-ഓളം ആളുകളുണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ 9,000-ഓളം ആളുകൾ ആത്മീയമായി പഠിക്കുന്ന കുറേ ബുദ്ധിസ്റ്റുകൾ ഈ ഒരു സുവർണ ക്ഷേത്രത്തിൽ താമസിക്കുന്നുണ്ട്. അടിപൊളി നല്ല കാണാൻ ഭംഗിയുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ. ഗോപുരങ്ങളൊക്കെ അടങ്ങിയ ക്ഷേത്രങ്ങൾ. ഇതിൻ്റെ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 40, 50, 60 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം. അത് വളരെ വലിയൊരു മണിയടി കണ്ടില്ലേ. ഇങ്ങനെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് നമുക്ക് പ്രാർത്ഥന നടത്താനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക്, ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ പാദരക്ഷകളൊക്കെ മാറ്റി വെക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ 3 വലിയ സുവർണ പ്രതിമകൾ കാണാം. സ്വർണം കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ. ഒന്ന് നടുവിലുള്ളത് ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ്. അതിന് 10-40 അടി ഉയരമുണ്ട്. വളരെ വലിയ പ്രതിമകളാണ്. പിന്നെ മനോഹരമായ കല്ലുകൾ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ടിബറ്റൻ സ്റ്റൈലിലാണ് ഈ നിർമ്മാണം. ഇന്ത്യയിലേക്ക് ഇവർ അഭയാർത്ഥികളായിട്ട് വന്നതാണ്. ഇവരുടെ ആത്മീയ നേതാവ് ദലൈലാമയാണ്. ഇവരെ ബുദ്ധമത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവരിവിടെ താമസിക്കുന്ന ആളുകളും കൂടിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം അവരുടെ ആ ആത്മീയ ആചാര വേഷത്തിൽ അണിഞ്ഞ ആളുകളെയൊക്കെ കാണാം. ഏതു മതക്കാർക്കും ഇതിനുള്ളിൽ കയറിയിരിക്കാം, പ്രാർത്ഥിക്കാം. അതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരുപാട് പേര് ഇരുന്ന് യോഗ ചെയ്യുന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ കണ്ടു. പുറത്തിറങ്ങിയാൽ തന്നെ ഇതിൻ്റെ ഒരുപാട് മയൂര ക്ഷേത്രങ്ങൾ, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രങ്ങളൊക്കെയാണുള്ളത്. അതൊരു സംഗതി കാണേണ്ട കാഴ്ചയാണ്.